മമ്മൂക്കയുടെ ശക്തമായ ഒരു ബോക്സ് ഓഫീസ് കംബാക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കളംകാവൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കഴിഞ്ഞ 28 ദിവസത്തെ എന്തായാലും പരിശോധിക്കാം നമുക്ക് സിനിമേന്റെ കഴിഞ്ഞ 28 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളംകാവൽ. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. 2025 സ്റ്റാർട്ടിങ് തന്നെ വൻ ഫ്ലോപ്പ് തന്നെയാണ് നമ്മുടെ മമ്മൂക്ക വെച്ച് നോക്കുമ്പോൾ. കാരണം മമ്മൂക്കേന്റെ ആകെ ഒരു ആശ്രയമായിട്ട് വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കേമിയോ റോൾ ആയിട്ട് രേഖചിത്രം എന്ന സിനിമയിലാണ്. അതിനുശേഷം പുറത്തിറങ്ങിയ ഡൊമിനിക് ആണെങ്കിൽ സിനിമ ഒരു ഫ്ലോപ്പായി മാറുകയാണ്. അതിനുശേഷം ബസോഗി ആണെങ്കിലും വീണ്ടും ഫ്ലോപ്പ് തന്നെയാണ്. അതിനുശേഷം ആകെ ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു കംബാക്ക് ആയിട്ട് വന്ന നമ്മുടെ കളംകാവൽ സിനിമയിലാണ് മമ്മൂക്കേന്റെ നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ട് എൻ്റയർലി ഒരു എക്സ്പെരിമെന്റൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അത് തന്നെ വലിയൊരു സക്സസ് ആയി മാറുകയാണ്. ഒരു കംബാക്ക് ബ്ലോക്ക് ബസ്റ്റർ ആവുകയാണ് നമ്മുടെ കളംകാവൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കേരളത്തില്. എന്തായാലും സിനിമയുടെ വേൾഡ് ഒരു പരിശോധിക്കാം നമുക്ക്. സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വിനായകൻ, മമ്മൂക്ക എന്നിവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്ന കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട്. പിന്നെ വലിയൊരു കാസ്റ്റ് തന്നെയാണ് ഫീമെയിൽ ആക്ട്രസിനെ നോക്കുകയാണെങ്കിൽ. പിന്നെ സിനിമയുടെ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ ജിതിൻ കെ ജോസ് ആണ്. ഡെബ്യൂട്ട് ആയ ഒരു സംവിധായകനാണ്. പിന്നെ മുജീബ് മജീദ് ആണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ ആണെങ്കിലും മ്യൂസീഷ്യൻ ആണെങ്കിലും എല്ലാ രീതിയിലും അടിപൊളി തന്നെയാണ്. ഈവൻ നമ്മുടെ വിനായകനാണ് സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ടത്. പുള്ളിക്കാരൻ അഭിനയമാണെങ്കിൽ പോലും. എന്തായാലും ഞാൻ പടം കണ്ടവരാണ് അങ്ങനെ സംസാരിച്ചത്. എന്തായാലും പടം കണ്ടവർ എന്തായാലും മറക്കാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 28 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമയ്ക്ക് 37,16,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 28ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ കളംകാവൽ സിനിമയ്ക്ക് 8.15 ലക്ഷം കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഹിറ്റായി മാറുകയാണ് നമ്മുടെ മമ്മൂട്ടി കമ്പനിക്ക്. അതും ഒരുപാട് ദിവസത്തിന് ശേഷം, അതും നമ്മുടെ ഡൊമിനിക് എന്ന ഒരു ഫ്ലോപ്പ് സിനിമയ്ക്ക് ശേഷം നല്ലൊരു ക്ലീൻ ആയ ഒരു കംബാക്ക് വന്നിരിക്കുകയാണ് ബോക്സ് ഓഫീസിലോട്ട് മമ്മൂക്കിക്ക്. അതും ഈ ഒരു ക്രൈം ഡ്രാമ സിനിമയ്ക്കാണ് ഈ ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ക്രൈം ഡ്രാമ ജനർ നമ്മുടെ കേരളത്തിൽ വർക്ക് ആയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി തന്നെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച ഈ സിനിമയ്ക്ക് ടോട്ടൽ വേൾഡ് വരെ പരിശോധിക്കുമ്പോൾ സിനിമ ഒരു ക്ലീൻ ആയ ഒരു സൂപ്പർ ഹിറ്റായി മാറുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ സാധിക്കത്തില്ല, ഒരു സൂപ്പർ ക്ലീൻ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 28 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ് 82,91,00,000. നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് സിനിമ റിലീസിന് കൊണ്ടുവന്നവർക്ക്, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ ഒരു കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ആ ഒരു കാര്യത്തിൽ പേരുദോഷം കേൾപ്പിച്ചില്ല നമ്മുടെ മമ്മൂക്ക. എന്തായാലും കളംകാവൽ സിനിമേന്റെ OTT റിലീസ് അപ്ഡേറ്റും സോണി ലിവ് പുറത്തിറക്കിയിരിക്കുകയാണ്. സോണി ലിവ് സിനിമ റിലീസ് മുമ്പ് തന്നെയായിട്ട് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് നല്ലൊരു തുകയ്ക്കായിട്ട്. എന്തായാലും സിനിമേന്റെ OTT അവകാശം നമ്മുടെ സോണി ലിവ് ആണ്. ഈ വരുന്ന ജാനുവരി മാസം ആദ്യ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയായിട്ടാണ് സിനിമേന്റെ OTT റിലീസ് വരാൻ പോകുന്നത്. മലയാളത്തിൽ മാത്രമല്ല മൾട്ടി ഭാഷകളിലായിട്ട്, മൾട്ടി ഓഡിയോസിലായിട്ടായിരിക്കും നമ്മുടെ സോണി ലിവിൽ ചിത്രം OTT റിലീസ് കൈമാറുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. സിനിമ ടീസർ ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബ് ചാനലിൽ സോണി ലിവിന്റെ. കാത്തിരിക്കാൻ നമുക്ക് കളംകാവൽ സിനിമയുടെ OTT റിലീസിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സിനിമകളെ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കുന്ന നമുക്ക് കളംകാവൽ സിനിമയുടെ OTT റിലീസിനും സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ടും.